നമസ്കാരം. മാനവസേവ, മാധവസേവ ഏവരും കേട്ടു കാണും. കഴിഞ്ഞ എപ്പിസോഡിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നാം നീങ്ങുമ്പോൾ ചെയ്യേണ്ട സത്പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചു, ധർമ്മബോധത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നാം സത്കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നേരെ അമ്പലത്തിലേക്കാണ് ചിന്ത. ഈശ്വരീയ നാമങ്ങൾ ജപിക്കുന്നത് മാത്രമാണ് സത്പ്രവൃത്തി ഇല്ലെങ്കിൽ സത്കർമ്മം എന്നുള്ള ചിലരുടെ ചിന്ത, അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, സത്കർമ്മം, കർമ്മം എന്ന് പറയുമ്പോൾ പ്രവൃത്തി. ഈ പ്രവൃത്തി പഞ്ചമഹായജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യജുർവേദത്തിൽ പ്രതിപാദിച്ച ഡയറക്റ്റ് റെഫറൻസ്, സനാതനധർമ്മം ഹിന്ദുധർമ്മത്തിൻ്റെ ഡയറക്റ്റ് റെഫറൻസ് എവിടെയാണ്? വേദങ്ങൾ തന്നെയാണ് അടിസ്ഥാനം. ആ വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള, യജുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പഞ്ചമഹായജ്ഞം, അവിടെ ദേവയജ്ഞം ഒരു ഘടകമാണ്, ബ്രഹ്മയജ്ഞം ഒരു ഘടകമാണ്, പിതൃയജ്ഞം ഒരു ഘടകമാണ്, ഭൂതയജ്ഞം ഒരു ഘടകമാണ്, മനുഷ്യയജ്ഞം, നൃയജ്ഞം ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ മാനവസേവ, മാധവസേവ എന്നുള്ളത് പഞ്ചമഹായജ്ഞങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ദരിദ്രരെ സഹായിക്കുന്നു, അനാഥർക്ക് സംഭാവനകൾ നൽകുന്നു, അവരെ ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നു, ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നിങ്ങനെ പലതരം പ്രവൃത്തികൾ. അത് സത്പ്രവൃത്തി അല്ലേ, പഞ്ചമഹായജ്ഞങ്ങളിൽ വരുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ എന്ന് പറയേണ്ടി വരും. അങ്ങനെ അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ ചത്വാരി തസ്യ വർദ്ധന്തേ ആയുർവിദ്യ യശോ ബലം എന്നിങ്ങനെ നമ്മെ പറഞ്ഞ് ശാസ്ത്രം മനസ്സിലാക്കിത്തരും. വൃദ്ധജനങ്ങളെ പരിപാലിച്ചാൽ ആയുസ്, വിദ്യ, യശസ്, ബലം എന്നിങ്ങനെ 4 വിഷയങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി. ഇതിനാരുടെയും ഉപദേശങ്ങളൊന്നും വേണ്ട. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു പ്രേരണയാണ് സേവന ബുദ്ധി എന്നുള്ളത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ദാനം നൽകുമ്പോൾ, വലതുകൈ കൊണ്ട് ദാനം നൽകുമ്പോൾ ഇടതുകൈ അറിയുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് ചിലർ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നു, 10 കിലോ അരി വിതരണം ചെയ്യുമ്പോൾ 50 കിലോ അരിക്ക് ചിലവാകുന്ന തുക കൊണ്ട് ബാനർ അടിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഇവിടെ ബാനർ അടിച്ചത് ദോഷപ്രവൃത്തി എന്നുള്ളതല്ല. 10 കിലോ കൊടുത്തതിൻ്റെ സത്പ്രവൃത്തി എന്തായാലും അതിൻ്റെ ഫലമുണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ ചെയ്യുകയാണെങ്കിൽ ആ ഫലം 100 ഇരട്ടിയാകും എന്നുള്ള വസ്തുതയാണ്. ഒരുപാട് പേർ ദാനം നൽകുന്നു, സമൂഹത്തിൽ സേവനം ചെയ്യുന്നു, അവരുടെ പേരുകളൊന്നും തന്നെ വെളിപ്പെട്ടിട്ടില്ല, അറിയത്തില്ല. കാരണം വേദം എഴുതിയത് ആരാണ് നമ്മളിലേക്ക് എത്തിച്ചത്? ഈ അറിവുകളെല്ലാം എവിടെ നിന്ന് വന്നു? അറിയില്ല. അതുതന്നെയാണ് ഒരു സംസ്കാര രൂപേണ നമ്മളിലേക്ക് എത്തിയത്. ഭാരതീയ സംസ്കാരം അത് തന്നെയാണ്. ആര് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്തു, എവിടെ ചെയ്തു, ഒരു പിടിയുമില്ല. സത്പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുത. അപ്പോൾ ദാനം നൽകുമ്പോൾ ദയവ് ചെയ്ത് മനസ്സിൽ വെക്കുക, നമ്മളല്ല ദാനം ചെയ്യുന്നത്, ഈശ്വരൻ നമ്മളെക്കൊണ്ട് ചെയ്യിക്കുകയാണ്. കാരണം ഓരോ ഭിക്ഷക്കാരനും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ മനസ്സിൽ അറിയാതെ പറയുകയാണ്, കൊടുത്ത് നീ നിന്നെപ്പോലെ ഇരിക്കുക, കൊടുക്കാതെ എന്നെപ്പോലെ ആകരുത് എന്നുള്ള വസ്തുതയാണ്. ഈ ഒരു വാക്യത്തിന് മതങ്ങളുടെയോ സംസ്കാരത്തിൻ്റെയോ പിൻബലം ആവശ്യമില്ല. കൊടുത്ത് നീ നിന്നെപ്പോലെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിൽ ചോദിക്കേണ്ടി വന്നു, വേദിക് മാത്തമാറ്റിക്സ് ഇന്ന് പ്രബലമാണല്ലോ, 10 - 2 എത്രയാണെന്ന് ചോദിച്ചു. എല്ലാവരും 8 എന്ന് പറഞ്ഞു. പക്ഷേ 10 - 2 20 ആണെന്ന് പറഞ്ഞു. വേദിക് മാത്തമാറ്റിക്സിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. 10 - 2 20 എങ്ങനെയെന്നാൽ 10 രൂപ ഉള്ളവൻ 2 രൂപ ദാനം നൽകുകയാണെങ്കിൽ അവൻ്റെ ധനം 20 മാറും എന്നുള്ളതാണ്. അപ്പോൾ 10 - 2 20 തീർച്ചയായും ആ ദാനം കൊടുത്ത് ശ്രേയസ്സിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു വസ്തുതയാണ്. ഏവർക്കും ദാനം കൊടുത്ത് ചെറിയ രൂപയാണെങ്കിലും മതി, ദാനം കൊടുത്ത് അതിനെ മറന്ന് ശീലിച്ച് ശ്രേയസ് അനുഭവിക്കുക, ആത്മസംതൃപ്തി അനുഭവിക്കുക എന്നുള്ള വസ്തുതയാണ്. ഏവർക്കും പരീക്ഷിക്കാം. നമസ്കാരം.